കഴിക്കാനും കുടിക്കാനും ഒന്നും വേണ്ട. ഇത് മോനെ നീ കണ്ടിട്ടില്ല? ആ ഇവനിപ്പോൾ ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട്. ഇവന് ഞങ്ങൾ കല്യാണം ആലോചിക്കുന്നുണ്ട്. അപ്പോൾ കുറേ നാളായി, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. അപ്പോൾ ഇവൻ മാട്രിമോണിയും പിന്നെ മറ്റേ ഡേറ്റിംഗ് ആപ്പൊക്കെ കുറേ നോക്കി, പക്ഷെ അതിലൊന്നും കിട്ടുന്നേന്നുമില്ല. അപ്പോൾ ഞാനാ പറഞ്ഞേ, ഇവിടെ എന്തായാലും നിന്റെ മോളെ എന്തായാലും പ്രായമായിട്ട് കല്യാണ പ്രായമായിട്ട് നിൽക്കുവാണല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് ഒന്ന് സംസാരിച്ച് ഒന്ന് ശരിയാക്കാമെന്ന് ഞാനാ പറഞ്ഞത്. അങ്ങനെ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഇറങ്ങിയെന്നേ ഉള്ളൂ. അപ്പം എൻ്റെ മോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പം എൻ്റെ വീട്ടിൽ ഇപ്പം ആരും ജോലിക്ക് പോയിട്ടല്ല സമ്പാദിക്കുന്നത്. ഇട്ട് മൂടാൻ ഒരു 100 ഏക്കറിന് പറമ്പും പിന്നെ അതുപോലെ തന്നെ 3-4-5 വീടും ഒക്കെ ഉണ്ട്. പിന്നെ പശു ആണെങ്കിൽ അങ്ങനെയും. അപ്പം അതിൻ്റെ സംഭവങ്ങളൊക്കെ നമുക്കുണ്ട്. അപ്പം നമുക്ക് ജോലി ചെയ്ത് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് നമുക്ക് പൈസ മേടിക്കേണ്ട കാര്യമില്ല. ഈ 100 ഏക്കർ ഈ കൃഷിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ചെറിയ ഒരു ജോലി ഉണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും ഇവൻ്റെ ശമ്പളം കൊണ്ട് ഒരാളുടെ കാര്യം ഒന്നും നടന്നു പോവില്ല. അപ്പോൾ കല്യാണം കഴിക്കുവാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ പെങ്കൊച്ചിന് എന്തെങ്കിലും കൊടുക്കും, ഒന്നും കൊടുക്കാതിരിക്കില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതെ, ഞങ്ങളിപ്പോൾ നോക്കുന്നത് ഒരു 110 പവനാണ്. 110 പവനും ഒരു 70 ലക്ഷം രൂപയാണ് ഞങ്ങളൊരു ഡിമാൻഡ് എന്ന് പറയുന്നത്. അല്ല, അത് ഞാൻ പൊതുവെ നിൻ്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ ഇരിക്കുമ്പോഴത്തേക്കും ആ പൈസ ഉണ്ടെങ്കിൽ പിന്നെ ഇവൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് നടത്തിക്കൊണ്ട് പോവാം, മറ്റ് ഇതൊന്നും ഇല്ല. പിന്നെ അത് മാത്രമല്ല, വീട്ടിൽ അങ്ങേര് കുറേ നാളായിട്ട് വിചാരിക്കുന്നു നല്ലൊരു കാർ എടുക്കണം. നമ്മൾ കുറേ ഇങ്ങനെ ഷോറൂമിലൊക്കെ പോയി നോക്കി. അപ്പോഴും ഞാൻ ആലോചിച്ചു, എന്തിനാ വെറുതെ നമ്മുടെ പൈസ കളയുന്നേ? മോനിരിക്കുമല്ലേ, എന്തായാലും കല്യാണം കഴിയുമ്പം ഒരു കാർ എന്തായാലും പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടും. പിന്നെ നമ്മളായിട്ട് ഒരെണ്ണം എടുക്കുന്നത് എന്തിനാ? അതുകൊണ്ട് പിന്നെ ഷോറൂമിലും പോയില്ല. ഇനിയിപ്പോൾ ഇവിടുന്ന് നിങ്ങൾ തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് സഹായത്തിന് ഒരാൾ വേണം. പണ്ടത്തെ പോലെയൊന്നും അല്ലടി, പ്രായം ആയതുകൊണ്ട് ഈ മുട്ടൊന്നും വയ്യ, ഭയങ്കര വേദനയാണ്, എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്കൊരു കൈസഹായമായിട്ട് അവൾ നിൽക്കട്ടെ. ഇവൻ പറഞ്ഞു അമ്മ ഒരു സെർവൻറ്റിനെ വയ്ക്കാമെന്ന്. സെർവൻറ്റിനെയൊക്കെ വയ്ക്കണമെങ്കിൽ എത്ര രൂപയാണെന്നാണ് നീ പറയുന്നത്? അതിന് തന്നെ 19 കൊടുക്കണം. ഇതാ അപ്പം ഇവനൊരു കൂട്ടുമാവും, എൻ്റെ കാര്യങ്ങളും നടന്നു പോവും. അയ്യോ, ഇനിയിപ്പോൾ ആലോചിക്കാൻ നീ കൂടുതൽ ആലോചിക്കൊന്നും വേണ്ട. നീ അടുത്ത ആഴ്ച നിൻ്റെ വേണ്ടപ്പെട്ട ബന്ധുക്കളെയൊക്കെ കൂട്ടി അടുത്ത ഞായറാഴ്ച വീട്ടിലോട്ട് വാ. നമുക്ക് ഒരു ഡേറ്റ് എടുത്തിട്ടങ്ങ് തീരുമാനിക്കാം. നീ ചേട്ടൻ്റെ അടുത്ത് പറ, കൂടുതൽ ആലോചിക്കാനും ഒന്നും നിൽക്കണ്ട. ഇത്രയും നല്ലൊരു കുടുംബം വേറെ എവിടെ നിന്ന് കിട്ടാനാ? അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ വേറൊന്നും ചോദിക്കുന്നില്ലല്ലോ. പെങ്കൊച്ചിനെ മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. ഞങ്ങൾ സ്വർണ്ണോ ആണോ കാറോ ഒന്നും ഞങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. അത് ഞാനൊരു ഇതിലങ്ങ് പറഞ്ഞെന്നല്ലേ ഉള്ളൂ. കോട്ടയടി മോളെ, മോളടുത്തും കൂടെ പറഞ്ഞേക്ക്. ശരി.